വെൽക്കം ബാക്ക് ടു എഡു ബ്രോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിലെ 3rd ചാപ്റ്ററിനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വാട്ട് ഈസ് റെസിലന്റ് ഫോഴ്സ് ആണ്. What is resonant force? When more than one force is applied on an object at the same time, the sum of the force acting on the body on the object will be effective force or resonant force. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള sum of force acting on a body at the same time will be the effective force or resonant force എന്നാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. Does not change the state of rest or motion. റെസ്റ്റ് ഓർ മോഷനോ ചേഞ്ച് ചെയ്യില്ല. ബാലൻസ് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നിർത്താനോ മോഷന്റെ സ്റ്റേറ്റ് മാറ്റാനോ കഴിയില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ദാറ്റ് ക്യാൻ ബി ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ഒബ്ജക്ട്. ചേഞ്ച് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ഒബ്ജക്റ്റിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ്ഡ് force does not change the state of rest or motion of the object. Balanced force does not change the state of rest of the motion എന്നാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ടേബിളിൽ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് നേടി, എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇന്റേണൽ ഫോഴ്സ് നേടി. അതിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ ഫോഴ്സിൽ. പക്ഷേ ഇന്റേണൽ ഫോഴ്സിലാകെ ബാലൻസ്ഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിൽ ചേഞ്ച് ദ ഡസ് നോട്ട് സ്റ്റേറ്റ് ഓർ റെസ്റ്റ് ഓർ ഓഫ് മോഷൻ എന്നാണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിൽ. സെയിം സാധനം തന്നെയാണ് എക്സ്റ്റേണൽ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിൽ സെയിം സാധനം തന്നെയാണ് ബാലൻസ്ഡ് ഫോഴ്സിൽ. നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless and until an unbalanced external force act on it. This is Newton's first law of motion. ഏതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ unless and until an unbalanced external force act on it. This is Newton's first law of motion. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇനേർഷ്യനെ പറ്റിയിട്ടാണ്. ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഇനേർഷ്യ എന്താണ്? ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ പഠിക്കാനുള്ളത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ നമുക്ക് നോക്കാം. എ ബോഡി ഇൻ യൂണിഫോം മോഷൻ cannot change its state of motion by itself. This is inertia of motion. അപ്പോൾ ഇത് പഠിച്ചു നോക്കിയാൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചോദ്യം. പിന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അതിന്റെ നേരെ സെയിം സാധനം തന്നെയാണ്. എ ബോഡി at rest cannot change its state of rest by itself. This is inertia of rest. നേരത്തെ നമ്മളിവിടെ റെസ്റ്റിന് പകരം മോഷൻ ആണ് മാത്രം. Difference between inertia of motion and inertia of rest. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. Inertia of rest എന്താ നോക്കാം. On shaking the branch of a mango tree, the mangoes get detached and fall down. ഒരു മാംഗോ ട്രീന്റെ കൊമ്പിനെ കുലുക്കുമ്പോൾ ആ മാംഗോ ട്രീന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാംഗോ റെസ്റ്റിലായിരിക്കും. അതിന്റെ ഇനേഷ്യ കൂടുതലല്ലോ, മാംഗോന് വെയിറ്റ് ഉണ്ട്. അത് കാരണം പെട്ടെന്ന് കുലുങ്ങുമ്പോൾ അത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ചേഞ്ച് നിൽക്കും. അത് കാരണം ആ മാംഗോ നിലത്തേക്ക് വീഴുന്നത് അങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ ബസ് ഫോൾ ബാക്സ് ഇഫ് ദ ബസ് സ്റ്റാർട്ട് സഡൻലി. ബസ് പെട്ടെന്നൊന്ന് സഡൻലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് പിന്നിക്ക് പോകണത് എന്തുകൊണ്ടാ? അതും ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ ഉദാഹരണമാണ്. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ. A participant in long jump competition runs some distance and then traveling jumps. Traveling in a car without wearing belt is dangerous. Car നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലേക്ക് വരും. അതാണ് ഇതിൽ പറയുന്നത്. A participant in long jump competition runs some distance and then jump. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടി ഒന്ന് ചാടുമ്പോൾ നമുക്ക് ഇനേർഷ്യ ഓഫ് മോഷൻ ആ ഓട്ടത്തിന്റെ സ്പീഡിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചാടുമ്പോൾ ആ സ്പീഡിൽ തന്നെ മുന്നിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യുന്നു. ഇനി മൊമെന്റത്തിനെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്.
the momentum of a body in motion is the product of its mass and velocity. Product of mass and velocity ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇക്വേഷൻ P is equal to mv. മൊമെന്റത്തിന് നമ്മൾ P എന്നാണ് സൂചിപ്പിക്കുന്നത്. P is equal to mv. ഇനി യൂണിറ്റ് ഓഫ് മൊമെന്റം, യൂണിറ്റ് ഓഫ് മാസ്, യൂണിറ്റ് ഓഫ് വെലോസിറ്റി ആണ് അതിന്റെ മൊമെന്റം. Momentum is a vector quantity. The direction of momentum is the same as that of its velocity. മൊമെന്റത്തിന്റെ ഡയറക്ഷൻ വെലോസിറ്റിന്റെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് പഠിക്കാമല്ലോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഈ ഭാഗത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഭാഗമാണ്. അപ്പൊ ഇതൊന്ന് നോക്കാം. The rate of change of momentum of a body is directly proportional to the unbalanced force acting on the body. The change of momentum takes place in the direction of resultant force. Resultant force in the direction the rate of change of momentum വരിക. ഇനി F is equal to ma എന്നാണ് ഇക്വേഷൻ. ഇതിൽ F is equal to mv minus mu divided by t എന്നാണ്. ഇനി impulsive force and impulse force അതെന്താ നോക്കാം. Impulsive force is a large force applied for a very short interval of time. The product of the force and the time is the impulsive force. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഹൈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇതിന്റെ ഇക്വേഷൻ is equal to force into time. I is equal to F by T. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. For any action there is an equal and opposite reaction. This is Newton's third law of motion. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.